നമസ്കാരം. വെൽക്കം ടു സിൽവർ ഫെദർ ആരോ. നമുക്ക് ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാം. ഇന്ന് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് ഫോഴ്സ്ഫുള്ളി അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവും. അതുപോലെ ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആദ്യമായി 9 ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് കപ്സ് ഇൻവെർട്ടഡ്, Three of Cups, Five of Swords inverted, Ace of Cups, High Priestess, Judgment, Four of Pentacles, Six of Wands, Nine of Wands, Ten. ഇന്നത്തെ എനർജി വളരെ അധികം ഒരു മിക്സ്ഡ് എനർജിയാണ് കിട്ടുന്നത്. ഇതിൽ കുറച്ച് പേർക്ക് ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങി, പക്ഷേ ഒരു സംശയം, ഞാനിത് ചെയ്താൽ ശരിയാകുമോ, ആൾക്കാർ എന്നെപ്പറ്റി എന്ത് പറയും, എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്ക് വെച്ചൊരു സംശയത്തമ്മ നിങ്ങൾ നിൽക്കുവാണ്. സെൽഫ് ഡൗട്ട് എന്നൊക്കെ പറയും. ഞാനിത് ചെയ്തത് ശരിയാവോ, എനിക്കതിനുള്ള കഴിവുണ്ടോ, തോറ്റു പോകുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പായാലും, ഞാൻ ഈ ബന്ധത്തിന് പലർക്കും ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം കൂടിയാകാം. അതായത് കുറച്ച് പേർക്ക് ഞാനൊരു പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങി എന്നാഗ്രഹമുണ്ട്, പക്ഷേ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നിങ്ങനെയുള്ള ചില സംശയങ്ങളുടെ പേരിൽ സംശയിച്ച് നിൽക്കുകയാണ് പലരും. പക്ഷേ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് സംശയിച്ച് നിൽക്കാതെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് എന്തും തരണം ചെയ്യാനുള്ള ആന്തരിക ശക്തിയുണ്ട്. ഈ ഒരു തടസ്സം, ഒരു ജഡ്ജ്മെൻറ്റ് റിവേഴ്സിലും വന്നിട്ടുണ്ട്. ഇത് തന്നെ നിങ്ങൾക്ക് സ്വന്തം കഴിവിലുള്ള വിശ്വാസക്കുറവ്, ഒരു റെസിസ്റ്റൻസ്, ഒരു ഇന്നർ, ചിലർക്ക് സ്പിരിച്വാലിറ്റിയിലുള്ള ഒരു ഇന്നർ അവേക്കനിങ് വരുമ്പോൾ അതിനോടുള്ള ഒരു റെസിസ്റ്റൻസ് കുറച്ച് പേർക്ക് അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. എന്താണ് എനിക്ക് സംഭവിക്കുന്നത്, അല്പം പേടി തോന്നുന്നുണ്ട്, അങ്ങനെയുള്ളൊക്കെ കുറച്ച് പേരുണ്ട്. പക്ഷേ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് ധൈര്യമായി മുന്നോട്ട് പോകുന്നതിനാണ്. നിങ്ങൾക്ക് കൊളാബറേഷനിൽ കൂടെ, അതായത് സഹകരണത്തിൽ കൂടെ നിങ്ങൾക്ക് വളർച്ചയുണ്ടാകുന്നുണ്ട്.
ഉദാഹരണത്തിന് നിങ്ങൾ എന്തെങ്കിലും പ്രത്യേക കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനോട് സമാന ചിന്താഗതി പുലർത്തുന്ന ആളുകളായിട്ടുള്ള കമ്മ്യൂണിറ്റി, ഇപ്പോൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സഹപ്രവർത്തകരായിരിക്കാം, അല്ലെങ്കിൽ അതേ ചിന്താഗതിയുള്ള കൂട്ടുകാരായിരിക്കാം. അവരുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് വളരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളെ സഹായിക്കാൻ ആളുകൾ തയ്യാറായിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം. ചിലർക്ക് ചെറിയ പ്രശ്നങ്ങൾ, കുറച്ച് നാളായി ചെറിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളൊരു തീരുമാനമെടുക്കാൻ പോകുന്നത് ആ വക പ്രശ്നത്തിലൊന്നും വെറുതെ കളയാനുള്ളതല്ല എൻ്റെ സമയവും എനർജിയും എന്ന് മനസ്സിലാക്കി നിങ്ങൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുന്നു. ഒരു സമാധാനപരമായി എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അല്പസ്വല്പം വിട്ടുവീഴ്ചകൾ ചെയ്യണം എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് അതാണ്: ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക, എന്നിട്ട് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു സന്തോഷം വരാൻ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് നിറയുന്ന തരത്തിലുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് വരാൻ കാത്തിരിക്കുന്നുണ്ട്. കുറച്ച് പേർക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാവുന്നുണ്ട്. ഈ പറഞ്ഞ മാതിരി പക്ഷേ അവർക്കൊരു സംശയമാണ്, ഇതെന്താണ് എനിക്ക് സംഭവിക്കുന്നത്? ഈ വഴിയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ? എനിക്കെന്തെങ്കിലും നഷ്ടപ്പെടുമോ? പക്ഷേ അങ്ങനെയല്ല. അങ്ങനെയുള്ളൊരു സംശയത്തിൻ്റെ കാര്യമേ ഇല്ല. നിങ്ങൾക്ക് മുന്നോട്ട് വിജയം തന്നെയാണ്. സമൃദ്ധി, ധനസമൃദ്ധി, പ്രശസ്തി, പേര്, പ്രശസ്തി, സെലിബ്രേഷൻ വന്നിട്ടുണ്ട്, വളരെ ശക്തമായി വന്നിട്ടുണ്ട്. സെലിബ്രേഷൻ, ചിലർക്ക് ഇതൊരു റിലേഷൻഷിപ്പാണെങ്കിൽ അതൊരു മാരേജിൽ വരെ ചെന്നെത്താൻ സാധ്യത. ഏസ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പാണെങ്കിൽ അതൊരു വിവാഹത്തിൽ വരെ ചെന്നെത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. കോൺഫ്ലിക്റ്റുകളും വിരോധങ്ങളും ഒക്കെ ഏകദേശം ഒരു അവസാനിപ്പിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ വളർന്നു, നിങ്ങൾ സ്പിരിച്വലി വളർന്നു, വളരെയധികം വളർന്നു. അതിൻ്റെ ഫലമായിട്ട് എന്തിനാണ് ഈ അനാവശ്യമായ വഴക്കും പ്രശ്നങ്ങളും എന്ന് വളരെ മെച്യൂരിറ്റിയോടുകൂടി ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സന്തുലിതാവസ്ഥ, ഹാർമണി, കുടുംബത്തിലുള്ള ഒരു സന്തോഷം, സഹകരണം, ധനസമൃദ്ധി, ഇതെല്ലാം നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേരോട് അല്പം പ്രശ്നങ്ങൾ നേരിടുന്ന കുറച്ച് പേരെ കാണുന്നുണ്ട്. അവരോട് അല്പം ബിസിനസ്സിലോ സാമ്പത്തിക സ്ഥിതിയിലോ കുറച്ചൊരു പ്രശ്നങ്ങൾ, 9 ഓഫ് പെൻറ്റക്കിൾസ് തുടങ്ങി കുറച്ച് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്ന് ഒന്നല്പം ചിലവ് ചെയ്യുന്നതിൽ ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. ഒരുപാട് അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നതിനും കൂടുതൽ നിങ്ങളുടെ ബിസിനസ് സംരംഭം അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ വ്യക്തിപരമായ കഴിവുകൾക്കുള്ള വളർച്ച, ആ വക കാര്യങ്ങളിൽ അലസത ഒഴിവാക്കി, ആർഭാടം ഒഴിവാക്കി കുറച്ചുകൂടി പേഴ്സണൽ ഗ്രോത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു നിർദ്ദേശം കിട്ടുന്നുണ്ട്. ഇതൊക്കെ കൂടി നോക്കാം. King of Swords. The Star. എംപ്രസ്. ഇനി എന്ത് വേണം? വളരെയധികം നല്ല സിഗ്നൽസാണ്, നല്ല മെസ്സേജസാണ് പ്രപഞ്ചം തന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വഴിയിലുള്ള തടസ്സങ്ങൾ, ചെറിയ ചെറിയ തടസ്സങ്ങൾ, നിങ്ങളുടെ പുരോഗതി, വ്യക്തിപരമായ വളർച്ചയുടെ കാര്യത്തിലാണെങ്കിലും സാമ്പത്തിക അഭിവൃദ്ധിയുടെ കാര്യത്തിലാണെങ്കിലും എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ചെറിയ തടസ്സങ്ങൾ, ചെറിയ ഈഗോ, പിന്നെ അതുപോലെ സെൽഫ് ഡൗട്ട്, ഇതെല്ലാം വിട്ട് കളഞ്ഞാൽ നിങ്ങളെ നല്ലൊരു ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ എന്താഗ്രഹിച്ചാലും നടക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങളെത്തും.
കിങ് ഓഫ് സ്പോർട്സ് എനർജി എന്നുള്ളൊരു നല്ലൊരു ലീഡർഷിപ്പ് പൊസിഷനിലും നല്ല ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് വളരെയധികം ഇൻ്റലിജൻസ് അങ്ങനെ വളരെയധികം ചിന്തിച്ച് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹ സാഫല്യം, എല്ലാ തരത്തിലുമുള്ള സമൃദ്ധി, അഷ്ടൈശ്വര്യങ്ങളെന്നൊക്കെ പറയില്ലേ, അതുപോലെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ട്. ഈ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.